നമസ്കാരം. പുരയിടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ കരുനാഗപ്പള്ളി ഒരു വീടിൻ്റെ വിശേഷമായിട്ടാണ്. നമുക്ക് ആ വിശേഷങ്ങളിലോട്ട് കിടക്കാം. നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് ചെയ്തേക്കുന്ന ഒരു ഗേറ്റും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തേക്കുന്ന ഒരു മതിലും അതുപോലെ തന്നെ ചെറിയൊരു ഗാർഡൻ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് വീടിൻ്റെ മുൻവശം. അത് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോണിൽ ചെയ്തേക്കുന്ന ഒരു മുറ്റം കാണാം. അതുപോലെ തന്നെ ഒരു കോർണറിലായിട്ടൊരു പോണ്ടുണ്ട്, അതും നാച്ചുറലായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെയാണ് കാർ പോർച്ച് ഒരുക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ വീടിൻ്റെ മുൻവശം ചെയ്തേക്കുന്നത്. അതേപോലെ ചെറിയൊരു ഗാർഡൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. മുൻവശത്തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ വീടിനോട് ചേർന്ന് തന്നെയാണ് കാർ പോർച്ച് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ കാർ പോർച്ച് ആണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് മിനിമലായിട്ടാണ് കാർ പോർച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ടൈലല്ല, ഇത് ഫുള്ള് ടെക്സ്ചർ പെയിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. അതും മുകളിലോട്ടും അതേപോലെ തന്നെ വീടിൻ്റെ ആ സൈഡിലോട്ടെല്ലാം ടെക്സ്ചർ പെയിൻറ്റിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് അവിടെ കാണാൻ കഴിയുന്നത്. വീടിൻ്റെ കാർ പോർച്ചും സിറ്റൗട്ടും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, അതും ചേർന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പും ഉണ്ട്. അത് മുകളിലൊരു ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടൈലിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷിൽ ചെയ്തേക്കുന്ന ഒരു ടൈലാണ്, അതൊരു ക്രീം കളറിലാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലോട്ടാണ് വരുന്നത്. ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് സോഫയൊക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം സൈഡിൽ ജനാലകളുമുണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ടൊരു ചെറിയൊരു അലമാര സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഷെൽഫാണ്, അതൊരു ബുക്കും കാര്യങ്ങളും എല്ലാം കൂടെ വെക്കാനായിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ലൈറ്റ് കളറിൽ ചെയ്തേക്കുന്ന ടൈലാണ്, ലൈറ്റ് കളർ ടൈലാണ്. ആ ടൈലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, ഗ്ലോസി അല്ല, എല്ലാം മാറ്റ് ഫിനിഷിലാണ് ഇവിടുത്തെ ടൈല് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ സിക്കൻ ലിവിങ് ഏരിയയിലോട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റും അതേപോലെ തന്നെ ഒരു ചെറിയൊരു സോഫ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെയാണ് സ്റ്റെപ്പ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇവിടെ നമ്മൾ TV യൂണിറ്റ് വെക്കുക, പിന്നെ ഇതും നമ്മൾ ഇവിടെ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോർട്ട്യാർഡിൽ നമുക്ക് ഒരു സീറ്റിംഗ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആന്റിക് സാധനങ്ങളാണ് ഈ കോർട്ട്യാർഡിൽ വെച്ചേക്കുന്നതെല്ലാം തന്നെ. കോർട്ട്യാർഡിനോട് ചേർന്ന് ഒരു വാട്ടർ ബോഡിയും കൊടുത്തിട്ടുണ്ട്. അവിടെ അതും ഓപ്പൺ ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ ഇരുന്ന് TV കാണുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ജനൽ തുറന്നിടാന്നുണ്ടെങ്കിൽ നല്ല കാറ്റ്, നല്ല പ്രകാശത്തോടു കൂടി ഇവിടെ ഇരിക്കാൻ പറ്റും. വളരെ ഇതായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് TV കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കൊടുത്തേക്കുന്നത്. മിനിമലായിട്ടാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ആദ്യം ഞാൻ പറഞ്ഞതിനോട് വെളിച്ചവും കാറ്റും റൂമിലെത്തുക എന്നുള്ളതാണ്, എങ്ങനെ ആയാലും എത്തിക്കുക എന്നുള്ളതാണ്. ആ വാട്ടർ ബോഡി കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു കുറച്ച് തണുപ്പും കൂടെ ഇവിടെ കിട്ടും. നമ്മൾ പുറത്തേക്കുന്ന നമുക്ക് ഇതിനകത്ത് AC ഒന്നും ഓൺ ആക്കിയിട്ടില്ല. നമുക്ക് എങ്ങനെയാണോ പുറത്തെ ടെമ്പറേച്ചർ അത് തന്നെ അകത്തും കിട്ടുന്നുണ്ട്. അത് ആണ് ഇവിടുത്തെ ഈ ഒരു യൂണിറ്റിൽ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അലങ്കാരം എന്നുള്ള രീതിയിൽ വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് ജനാലയാണ്, അത് വിൻഡോ ആണ്. അതിന്റെ മേളിലുണ്ട് ഗ്രൂസ് ഉണ്ട്. അത് ഇതെല്ലാം എങ്ങനെയാണ് ഇവിടുന്ന് വരുന്ന കാറ്റ് തിരിച്ചിറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നേക്കുന്നത്. സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ഇത് ചെയ്തേക്കുന്നത്. അത് അവിടെ ഗ്രൂ ഉണ്ട്. അപ്പുറത്തെ വിൻഡോസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ എല്ലാത്തിനും ഇതിൽ ഒരു ഗ്രൂ ആൻഡ് നെറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. അത് എയർ അല്ലെങ്കിൽ കയറി ഇറങ്ങത്തില്ല, സർക്കുലേറ്റ് ചെയ്യത്തില്ല. ഇതിങ്ങനെ വന്ന് തിരിച്ച് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡൈനിങ് ആണ്. ഡൈനിങ് സ്പേസ് ലിവിങ് അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഇവിടെ ഇരിക്കാം. ഡൈനിങ്ങിനും ഇടയ്ക്കായിട്ട് ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്, ഒരു വാട്ടർ ബോഡി ഉണ്ട്. ഇത് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞത് നമ്മുടെ റിക്വയർമെന്റ് ആയിരുന്നു. അതല്ല, ഞാൻ പറഞ്ഞതാണല്ലേ ഇങ്ങനെ തന്നെ വേണമെന്ന്. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ അവിടെ ആ ഒരു എന്താ പറയാ, ഒരു ഇത് വെള്ളം സംഭരണം പോലെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലും മെയിൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ? അല്ല, പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവിടെ വെള്ളം പിടിക്കുമായിരുന്നു. പിന്നെ അത് നമ്മൾ അതിന് ഒരു ഇത് കൊണ്ടുവന്നിട്ട് നമ്മളത് ചെയ്തതാണ് വാട്ടർ, പിന്നെ അത് പിടിക്കാത്ത രീതിയിൽ ചെയ്ത് റെഡിയാക്കിയത്. അത് പ്രശ്നം വെള്ളം അകത്ത് എവിടെ നിർത്തിയാലും പ്രശ്നങ്ങളാണ്. ചോദിച്ചാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. കാരണം ഒരു വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് അല്ലല്ലോ വേണ്ട, പോസിറ്റീവ് എനർജിയാണ്. ഈ വീട്ടിലോട്ട് വന്നാൽ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നല്ല പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോഴും അതേപോലെ തന്നെയാണ് ആ ഒരു ഫീൽ. അതേപോലെ തന്നെ പിന്നെ അത് ചൂടൊന്നുമില്ല. ഈ പറഞ്ഞ ഈ 139 വിൻഡോസ് ഉള്ളതും അതേപോലെ തന്നെ എല്ലായിടത്തു നിന്നും പ്രകാശം കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്താ പറയുക, ഒരു സമാധാന അന്തരീക്ഷമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇനി നമുക്ക് എന്താ പറയുക, ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ്ങിൻ്റെ അടുത്തും എന്താ പറയുക, ഒരു വലിയൊരു പോർഷനിൽ ജനാല അത് 4
4 ചെറിയ വിൻഡോകൾ തുറക്കാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. 4 5 ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും വേറെ ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു ഇതാണിത്. വിൻഡോ വരുന്നത് തന്നെ ഒരു ഫുൾ സ്ട്രക്ചറിലുള്ള ഒരു വിൻഡോ ആണ്. ഇത് തടി തന്നെ ആണല്ലോ? തടി എല്ലാം തടി തന്നെ നമ്മൾ തന്നെ തടി എടുത്ത് തടി നമ്മൾ തന്നെ എടുത്തു. ഏത് തടി? കൂടുതലും തേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മഹാഗണി ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന ഒരു മഹാഗണി. ബാക്കി പുറത്തുനിന്നെടുത്ത തടിയെല്ലാം തേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡൈനിങ് ആണ്, അത് മിനിമലായിട്ട് തന്നെയാണ് നല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അത് അവര് ഒരു ആന്റിക് പീസ് ഇവിടെ ഒരു സ്റ്റാൻഡ് ചെയ്യാനായിരുന്നു പരിപാടി ചെയ്തത്. പക്ഷെ അതല്ല, അതിനേക്കാളും നല്ലത് ഇതൊക്കെ സ്റ്റോറേജ് ഉണ്ട്, എല്ലാം സ്റ്റോറേജ് ഉള്ളതാണ്. ഇതെല്ലാം വളരെ ഇതിനേതാണ്ട് പറയുന്നുണ്ടായിരുന്നു, അത് 13ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ളതാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും ഉണ്ടോന്ന് അറിയില്ല. ഇതിപ്പം വേറൊരു ബെഡ്റൂമാണ്, ഇത് ബെഡ്റൂമാണ്. ഇത് എന്താ പറയാ, മിനിമൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ, ബേ വിൻഡോ. അതായത് കുട്ടികൾക്ക് ബുക്ക് വെക്കാനോ അവിടെ ഇരുന്ന് പഠിക്കാനോ അവിടെ ആ വിൻഡോയുടെ സൈഡിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇത് സ്റ്റഡി ടേബിള്, അതിന്റെ സ്റ്റഡി ബുക്സ് ഒക്കെ വെക്കാനായിട്ടുള്ളത്. പെയിന്റിലാണെന്നുണ്ടെങ്കിൽ വായനാശീലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് സമാധാനമായിട്ടൊരു വായിക്കാം. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ ഒരു റൂമിൽ തന്നെ ടോട്ടൽ എനിക്ക് 1 2 3 4 5 ടോട്ടൽ 5 ജനാലകൾ തന്നെ ഈ ഒരു റൂമിലുണ്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ 139 ജനാല. പിന്നെ ഇതിന് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം, പിന്നെ ഇതിന് എല്ലായിടത്തും നമ്മൾ മാക്സിമം സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട്. എന്നും വെളിയിലിട്ട് ഇത് ടോട്ടൽ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര വരിക? ടോട്ടൽ 5400 ഉണ്ട്. 5400 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത കിച്ചണിലോട്ടാണ് പോകുന്നത്. കിച്ചൺ അങ്ങനെ യൂസ്ഡ് അല്ല. കിച്ചൺ നമ്മൾ പഴയ അപ്പുറത്തെ വീട്ടിൽ തന്നെ കിച്ചണാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയി കഴിക്കുന്നത്. ഇവിടെ ഇതും അങ്ങനെ യൂസ്ഡ് അല്ല. വിൻഡോസ് ആണ് കിച്ചണിലെല്ലാം. ഇവിടെ വിൻഡോ ഉണ്ട്, അവിടെ വിൻഡോ ഉണ്ട്, അവിടെ ഒരു ഇതുണ്ട്, അവിടെ വിൻഡോ. എനിക്കൊന്ന് കിച്ചണിൽ തന്നെ ടോട്ടൽ കുറെ വിൻഡോകളുണ്ട്. ഇതിപ്പോ സെക്കൻഡ് ഫ്ലോറിൽ ലീവിംഗ് ആണ്, മിനിമലായിട്ടാണ് ലീവിംഗ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലീവിങ് ഇങ്ങനെ ഈ ഒരു ഇത്രയും ജനാലകൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാൻ? നമ്മൾ ആശയം എല്ലാം വെളിച്ചവും കാറ്റും കയറുന്ന ഒരു വീടായിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രൈം ഇതെന്ന് പറയുന്നത്. അതിനായിട്ട് അവര് ഏതാണ്ട് 1 വർഷക്കാലത്തുള്ള ഇതിന്റെ കോൺട്രാക്ടേഴ്സ്, നോ ആർക്കിടെക്ട് എന്ന് പറയുന്ന കോൺട്രാക്ടേഴ്സ് ആണ് ചെയ്തത്. അവരിവിടെ സ്ഥിരമായിട്ട് വന്ന് ഈ കാറ്റിന്റെ എല്ലാ ഡയറക്ഷൻ എല്ലാം നോക്കിയതിനു ശേഷമാണ് ഈ വിൻഡോസ് എല്ലാം അവർ സെറ്റ് ചെയ്തത്. ഏത് സമയത്ത് എങ്ങനെ കാറ്റ് വരും എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ കാറ്റിനെ പോകാനായിട്ട് നമ്മളിവിടെ ലൂവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ലൂവേഴ്സ് എല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കാറ്റ് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് പോകാനായിട്ട്. വീടിന്റെ ഫുള്ള് ഈ ഒരു പോഷൻ മുതൽ ഒരു എൽ ഷേപ്പിൽ ഫുള്ള് ജനാലകളാണ്. അതെ അതെ, ജനാലകൾ വന്നുകൊണ്ട് തന്നെ നല്ല പ്രകാശമാണ്. അതുകൊണ്ട് ആ ഒരു മുകൾ ഭാഗമായാലും അവിടെ എല്ലാം മുകളിൽ ഇത് കോൺക്രീറ്റിന്റെ താഴെ നമ്മളിത് അടിയാണ് വുഡിന്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നതാണ്. ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അത് ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് ഈ ഒരു ഇത്രയും നീളമുള്ള വുഡ് കിട്ടാനായിട്ട് തന്നെ നമ്മൾ ഒരുപാട് മില്ലുകളിലൊക്കെ പോയിട്ടാണ് ഇത് കിട്ടി. അത്രയും വലിയ തടി കിട്ടാനായിട്ട്. ഈ ഒരു ക്രോസിന് ഇതിൽ പല തടികളും സിംഗിൾ ലെങ്ത് ആണ് ഇത് വന്നേക്കുന്നത്. ഏറ്റവും മുതലുള്ള ലെങ്തുകളുണ്ട്. ഇവിടെ ചെറിയൊരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാല് വീട്ടിൽ വരുന്ന ഗസ്റ്റിനായാലും ആർക്കായാലും സമാധാനമായിട്ടിരുന്ന് ഇരിക്കാം. സാധാരണ താഴത്തെ നിലകളിൽ ആണ് കാണുന്നത്. താഴത്തെ സിറ്റൗട്ടിലൊക്കെയാണ് ഇതേപോലെ ഒരു ഊഞ്ഞാൽ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വീടിന്റെ മെയിൻ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ കാറ്റും വെളിച്ചവും ഉണ്ടാകുന്ന ഒരു ബെഡ്റൂം ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു മഴയൊക്കെ പുറത്ത് പെയ്യുന്ന ഒരു സമയത്ത് മഴയൊക്കെ നമുക്ക് ബെഡ്റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ലൈഡ് ഡോർ അവിടെ കൊടുക്കുകയും അവിടെ ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തത്. ഈ റൂമിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ നിങ്ങൾ താഴെ നോക്കിയാൽ ഇതൊരു കാൻഡിലിവർ റൂമാണ്. താഴെ നിന്ന് കാണുമ്പോൾ അറിയാം അത് കാൻഡിലിവർ റൂമാണ്. അത് ഇവിടെ താഴെ ഇതിന് പിടുത്തൊന്നുമില്ല. ഇവിടുന്ന് ബീമിൽ നിന്ന് തന്നെ ഫ്ലോർ വന്നിരിക്കുന്നത്. ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്ന മാക്സിമം സ്റ്റോറേജ് സ്പേസ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് മാക്സിമം കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകളെല്ലാം വലുതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയും സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ ഇത് മൊത്തത്തിൽ അത് ചെയ്തിട്ടുണ്ട്. ഡോറ് നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു പ്രൈം ഏരിയ എന്ന് തന്നെ പറയാവുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ നമുക്ക് ഒരു ചെയറൊക്കെ ഇട്ടിട്ട്
ഇരിക്കാനായാലും മഴയത്തൊക്കെ ഇവിടെ വെളിയിൽ ഇറങ്ങിയിരിക്കാം. ഇത് വുഡിൽ തന്നെ ചെയ്യുന്നത്? വുഡിലാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം വുഡിലാണ് ചെയ്തേക്കുന്നത്. ആ ഗ്രില്ല് നമ്മളിപ്പം ഡിസൈൻ ചെയ്തിട്ട് അവര് അത് ബാംഗ്ലൂരിൽ നിന്ന് മറ്റോ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒറ്റ പീസായിരുന്നു അത് കൊണ്ടുവരുന്നത്. ഒറ്റ പീസിൽ തന്നെ കൊണ്ടുവന്ന് ചെയ്തേക്കുന്നതാണ് ആ ഗ്രില്ല്. പിന്നെ നമ്മൾ എവിടെ ഇരുന്നാലും ഇപ്പോൾ ഒരു നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റുകളൊക്കെ എവിടെയും വെച്ചിട്ടുണ്ട്. വീട്ടില് ഏറ്റവും കൂടുതൽ സോക്കറ്റുകളാണ് എവിടുന്ന് വെച്ചാൽ നമ്മള് അതെല്ലാം ഞാൻ പറഞ്ഞു തന്നെ അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇവിടെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വീട്ടില് ഇത്രയും നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ടൊരു വീട് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, വെറുതെ നമുക്ക് ടെൻഷൻ ഫ്രീ ആകാനായിട്ട് ഇവിടെ ഒന്ന് വെറുതെ വെളിയിലോട്ട് നോക്കിയിരുന്നാണ് നമുക്ക് അതിനുവേണ്ടി പുറത്തിറങ്ങി പോകേണ്ട കാര്യമില്ല. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞില്ലേ, വീടിന് ഏകദേശം 1 വർഷം എടുത്തിട്ടാണ് ഈ വീടിൻ്റെ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കിയത്. ആ പ്ലാൻ തയ്യാറാക്കിയ സമയത്ത് തന്നെ വേണ്ട ഇത്രയും വലിയൊരു പ്ലാൻ ബുക്കായിരുന്നു കൊടുത്തത്. അത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ഇതിന്റെ ഷോപ്പ് ഡ്രോയിങ് ആണ്. ഈ വീടിന്റെ സകല ഡീറ്റെയിൽസും ഈ ബുക്കിനകത്തുണ്ട്. ഈ ഡ്രോയിങ് തന്നെ ഇത് ഏതാണ്ട് 300-ലധികം പേജുകളുള്ള നമ്മുടെ ആ വിൻഡോസ് എവിടേക്കാണോ ആ വിൻഡോസിന്റെ എല്ലാ ഡീറ്റെയിൽസും, ആ വിൻഡോസിന്റെ ഓരോ ഇതും എത്രത്തോളം ഭിത്തിക്ക് അകത്ത് പോയിട്ടുണ്ട്, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് അവരിത് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇത് ചെയ്തതിന് മാത്രമേ, അതായത് ഇത് സ്റ്റഡി ചെയ്ത് ഈ ഡ്രോയിങ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് മാത്രം അവരുടെ ഒരു പ്രൊജക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേജ് അതായിരുന്നു. അതിന് അവർക്ക് പ്രത്യേകം ഫീസാണ്. തുടക്കത്തിൽ തന്നെ അവർ ഈ ബുക്ക് തരുമ്പോൾ തന്നെ വീടിന്റെ ഫൈനൽ ഇത് അവരെങ്ങനെയായിരിക്കും പണിഞ്ഞു തരുന്നതെന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് അന്നേ തന്ന ഫോട്ടോയാണിത്. ഇങ്ങനെ തന്നെ ഇത് തന്നെയാണ് ഒരു മാറ്റം ഇല്ലാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു എത്ര വർഷം കാലാവധി എടുത്തിട്ടാണ്? 12 മാസം. അവര് 10 മാസം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളിത് ഫുള്ള് കോൺട്രാക്ട് കൊടുക്കുമായിരുന്നു. വീട് തീർത്ത് തന്നു. പ്ലാൻ വരയ്ക്കാനാണ് 1 വർഷം. വീട് വെക്കാനായിട്ട് ടോട്ടൽ 2 വർഷം. ഇതിന്റെ പുറകെ നമ്മൾ ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ച് നമ്മളൊരു 6-7 മാസം നടന്നിട്ടുണ്ട്. നല്ല കോൺട്രാക്ടറെ അന്വേഷിച്ചിട്ട്. ബിൽഡേഴ്സ് ആണ്. നോ ആർക്കിടെക്ട് ആണ് ഇതിന്റെ മെയിൻ. തീർച്ചയായിട്ടും അവര് റെഗുലർ ആയിട്ട് ഇവിടെ വന്നിട്ട് കൂടെ നിന്ന് ചെയ്തതാണ്. ഒരു പോയിന്റ് പോലും വിടാതെ തന്നെ ചെയ്തു തന്നെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുരയിടത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.